ഹരേ കൃഷ്ണ. എല്ലാവർക്കും, എല്ലാ ഭക്തർക്കും എൻ്റെ സാദര പ്രണാമം. കേൾക്കുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. കേൾക്കാം. ശരി ശരി. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന പ്രജജന രഞ്ജന, ജയ മനാതിരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദാനന്ദന പ്രജജന രഞ്ജന, ജയ യമുനാതിരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദാനന്ദന യമുനാതിരാവനചാരി, യമുനാതിരാവനചാരി, യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ്, ജയ ജയ ജഗന്നാഥ്, ജയ ജയ ജഗന്നാഥ്, ജയ ജയ രാധമാധവ്, ജയ ജയ രാധമാധവ്, ജയ ജയ രാധമാധവ്. ജയ കൃഷ്ണ ബലറാം, ജയ കൃഷ്ണ ബലറാം, ജയ കൃഷ്ണ ബലറാം, ജയ ജയ ഗൗരനിതായ്, ജയ ജയ ഗൗരനിതായ്, ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ്, ജയ ജയ പ്രഭുപാദ്, ജയ ജയ ഗുരുദേവ്, ജയ ജയ ഗുരുദേവ്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു സ്വാമി നാമ്നി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമ്നി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണി. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നിഗമകൽപ്പതരോർഗളിതം ബലം സുഖമുഖാദമുദത്ര സംയുതം പിബത ഭാഗവതം രസമാലയം മുഹിരഘോ രസിക ഭുവി ഭാവുക. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 8-ാം അധ്യായം 38-ാം ശ്ലോകമാണ്. കുന്തി ദേവിയുടെ പ്രാർത്ഥന, അതില് 38-ാം ശ്ലോകം ഇന്ന് ചർച്ച ചെയ്യാൻ എടുക്കുന്നു. ഞാൻ വായിക്കാൻ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാം. കേവയം നാമരൂപാഭ്യാം യദുവീസഃ പാണ്ഡവാം ഭവതോ അദർശനം യർഹി ഋഷികാണാമിവേശിതോ. കേവയം നാമരൂപാഭ്യാം യദുവീസഃ പാണ്ഡവാ ഭവതോ അദർശനം യർഹി ഋഷികാണാമിവേശിതോ.
കേവയം നാമരൂപാഭ്യാം യദുഭീഷക ഭവതോ അദർശനം യർഹി ഋഷികാണാമിവേശിതു. നമുക്ക് ഇതിന്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കെ ആരാകുന്നു, വയം നാം, നാമരൂപാഭ്യാം കഴിവോ കീർത്തിയോ കൂടാതെ, യദുഭി യദുക്കന്മാരോടൊപ്പം, സഹ സമേതം പാണ്ഡവരും, ഭവത അങ്ങയുടെ, അദർശനം അഭാവം, യർഹി എന്ന പോലെ, ഋഷി കാണാം ഇന്ദ്രിയങ്ങളുടെ ഇവ പോലെ, ഈശിതു ജീവാത്മാക്കളുടെ. ശില പ്രഭുപദജിത്തിലെ വിവർത്തനവും ഭാവാർത്ഥവും. വിവർത്തനം: ഒരു പ്രത്യേക ശരീരത്തിന്റെ പേരും പ്രശസ്തിയും ചേതനാത്മാവിന്റെ മരണാനന്തരം വിസ്മരിക്കപ്പെടുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സർവപ്രശസ്തിയും പ്രവർത്തനങ്ങളും പാണ്ഡവരുടെയും യദു കുലത്തിന്റെയും പ്രതാപകാലം കഴിയുന്നതോടെ തൽക്ഷണം അവസാനിക്കും. ഭാവാർത്ഥം: പാണ്ഡവരുടെ നിലനിൽപ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിമിത്തം മാത്രമാണെന്ന് കുന്തിദേവിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായ മഹാനായ യുധിഷ്ഠിര രാജാവിനാൽ നയിക്കപ്പെടുന്ന പാണ്ഡവർ പേരിലും പ്രശസ്തിയിലും സുസ്ഥാപിതരാണ്. മാത്രമല്ല യദുക്കൾ ഉറ്റമിത്രങ്ങളുമാകുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നയിക്കപ്പെടുന്നില്ലെങ്കിൽ അവരൊക്കെ അസത്തുക്കളാകുന്നു. ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ ചേതനയാൽ നയിക്കപ്പെടാതെ വരുമ്പോൾ എത്രത്തോളം ഉപയോഗശൂന്യമാകുന്നുവോ അത്രത്തോളം അസത്തുക്കളാകുന്നു അവയെല്ലാം. അന്തസ്, പ്രതാപം, പ്രശസ്തി എന്നിവ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിയാൽ നയിക്കപ്പെടണം. ജീവാത്മാക്കൾ സദാ പരാശ്രിതരാണ്. മാത്രമല്ല പരമമായ ആശ്രയ കേന്ദ്രം സ്വയം കൃഷ്ണ ഭഗവാനാകുന്നു. ആകയാൽ നാം നമ്മുടെ ഭൗതിക വിജ്ഞാന വികസനത്തിന്റെ സഹായത്താൽ പ്രതിരോധിക്കാൻ ഉതകുന്ന എല്ലാവിധ ഭൗതിക വിഭവങ്ങളും കണ്ടുപിടിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ മാർഗനിർദ്ദേശം നൽകപ്പെടാത്ത പക്ഷം പ്രവർത്തന ഘടകങ്ങൾ എത്ര തന്നെ ഫലവത്തും തീക്ഷ്ണവുമാണെങ്കിൽ തന്നെയും എല്ലാവിധ കണ്ടുപിടുത്തങ്ങളും അവകാശമാം വിധം പരാജയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുവൻ വൈഷ്ണവാൻ ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖനിധം ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമ്യാമി ഹരിപ്രിയേ. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം പറഞ്ഞു. അപ്പൊ അതിനകത്ത് വായിച്ചു, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കുന്തിദേവി പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാനെ. ഇപ്പം നമ്മുടെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുമാതിരി ശാന്തമായതിനു ശേഷം ധർമ്മപുത്രരുടെ ഭരണമൊക്കെ കൈയാളതിനു ശേഷം ആ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും പല സമയത്തും ഉണ്ടായ പ്രയാസങ്ങൾക്കൊക്കെ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു
അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്ന് ഈ ശ്ലോകങ്ങളിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തെല്ലാം പ്രയാസങ്ങൾ കുന്തിദേവി അനുഭവിച്ചെന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കാതെ വിട്ടുപോവുകയാണെങ്കിൽ ചേതന നശിച്ച ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ പോലെ പാണ്ഡവരുടെയും യദുക്കളുടെയും കീർത്തിയും കഴിവും നിഷ്പ്രഭം ആയിത്തീരുമെന്ന് കുന്തിദേവി പറയുന്നു. ശരിയാണ്. ഇത് കുന്തിദേവിയെ സംബന്ധിച്ചുള്ളത് മാത്രമല്ല, എല്ലാ ജീവാത്മാക്കൾക്കും ഇത് അനുഭവവേദ്യമാണ്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഊർജം നമ്മുടെ ശരീരത്തിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു നിലനിൽപ്പും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഭക്തന്മാർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ആ ഭക്തന്മാർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തരിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുന്നില്ല. അങ്ങനെ പ്രഭുപാദർജിയും പറയുന്ന അതാണ്, ഏതവസരത്തിലും ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മുടെ മനസ്സിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ അത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമായ ആ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു വിലയില്ല. ശരീരം വെറും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കീർത്തിയോ നമ്മുടെ കഴിവോ ഒന്നും ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കാറുമില്ല, ആരും ശ്രദ്ധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ കുന്തിദേവി പറയുന്നത്, പാണ്ഡവരുടെ നിലനിൽപ്പിന് കാരണം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് ഈ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതിന് പറ്റിയതും അവരോട് ചെയ്ത ക്രൂരകൃത്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മോചനം നേടാൻ സാധിച്ചതും കൃഷ്ണനെ കൂടെ ഉണ്ടായിരുന്ന കാരണത്താലാണെന്ന് കുന്തിദേവി പിന്നെയും പറയാണ് ഈ ശ്ലോകത്തിൽ കൂടെയും. അപ്പൊ നമുക്കെല്ലാം അറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ കുന്തിദേവിയുടെ ബന്ധുവായിരുന്നെന്നും അതുപോലെ തന്നെ പാണ്ഡവരുടെ ബന്ധുവായിരുന്നെന്നും ആ പാണ്ഡവർക്ക് വേണ്ടി ഏതവസരത്തിൽ ഉണ്ടായിരുന്നെന്നുള്ളതും കാരണം പാണ്ഡവർ അത്ര ഭക്തരായിരുന്നു, അചഞ്ചലമായ ഭക്തിയുള്ള അവരായിരുന്നു ഈ പാണ്ഡവർ. അതുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അവരിൽ നിന്നും വിട്ടുപോകാതിരുന്നത്. ഇതേ ബന്ധുക്കളായിരുന്ന ദുര്യോധന ശ്രീകൃഷ്ണൻ അത്ര സ്വീകരിച്ചില്ല. കാരണം അവർ അധർമ്മരൂപികളായിരുന്നു, അധർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാരണത്താൽ അവരെ ശ്രീകൃഷ്ണൻ അത്ര കാര്യമായി കണ്ടില്ല. അതുപോലെ തന്നെ കൃഷ്ണനും യദുക്കളും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ പാണ്ഡവർക്കും കൃഷ്ണന്റെ സഹായവും ഉണ്ടായിരുന്നു. അതായത് കൃഷ്ണൻ ഇങ്ങനെ നമ്മളെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ രാജധാനിയിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് അങ്ങനെ അന്നേരം കുന്തി പറയുന്നതാണ് ഈ ഭാഗം, വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കീർത്തിയും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അസ്തമിച്ചു പോകുമല്ലോ എന്ന് പറയുന്നു. അതുകൊണ്ട് കൃഷ്ണ ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഭഗവാന്റെ സ്നേഹമില്ലെങ്കിൽ, ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് യാതൊന്നും ചെയ്യാനുള്ള കഴിവില്ല എന്ന്. അത് ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്ത് പല പല ശ്രേഷ്ഠ വ്യക്തികളുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി പോലുള്ളവര്, അതുപോലെ തന്നെ പല കാര്യങ്ങളും കണ്ടുപിടിച്ച എഡിസൺ, ന്യൂട്ടൺ, അങ്ങനെ വേണ്ട പല പല വ്യക്തികള്, പല പല ചക്രവർത്തിമാരുണ്ടായിരുന്നു, അക്രമികളുണ്ടായിരുന്നു, നല്ല കാര്യം ചെയ്തവരുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ പല വ്യക്തികൾ, കേശവദാസ് ഉണ്ടായിരുന്നു, അങ്ങനെ അതുപോലെയുള്ള വ്യക്തികളൊക്കെ, കുമാരനാശനെ പോലുള്ള വ്യക്തികള്, ഇവരൊക്കെ ഉണ്ടായിട്ടും, അതുപോലെ പ്രതാപശാലികളായിരുന്ന മന്ത്രിമാർ, ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ചേതന എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശം തന്നെയാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശം ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയോജനമില്ലാത്ത ഒരു ശരീരമാണ് അവിടെ കിടക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ആരും തന്നെ എത്ര പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായാലും ശരി, ഈ ചേതന നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ ശരീരത്തെ പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല. അത് കുറെ കാലമൊക്കെ നിലനിർത്തേക്കാം, പിന്നെ അത് ആ ശരീരം നമ്മുടെ ആ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കൃഷ്ണനെ ഇതൊക്കെയാണെങ്കിലും കുന്തിദേവി കൃഷ്ണനെ ഒരിക്കലും സ്വന്തക്കാരനാണ്, അല്ലെ തൻ്റെ സ്വന്തം
സഹോദരന്റെ പുത്രനാണെന്നൊന്നും വിചാരിക്കാറില്ല. കുന്തി എപ്പോഴും ഭഗവാൻ കൃഷ്ണനെ വിചാരിച്ചുകൊണ്ടിരുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണ് ഈ ശ്രീകൃഷ്ണൻ എന്നാണ് എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മളും വിചാരിക്കണം ശ്രീകൃഷ്ണ ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണെന്നുള്ളത് എന്ന് പ്രഭുപാദുജി അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പദ്യം, സംസ്കൃത പദ്യം വിശകലനം ചെയ്തിട്ട് അതിനെപ്പറ്റി വിവരിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ പ്രഭുപാദുജിയുടെ ഒരു ക്ലാസ്സിനെ പറ്റി കണ്ടു. അത് നോക്കി അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു രത്നചുരുക്കം. പ്രഭുപാദുജി ഇതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഈ കൃഷ്ണൻ എന്താണെന്നും കൃഷ്ണൻ ആടാണെന്നും ഏതാണ് ലോകമെന്നും ഭൗതിക ലോകം എന്താണെന്നും എല്ലാം ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടോ അല്ലെ പഠിച്ചതിന് ശേഷമാണ് ഇതുപോലെ ചെറുതായിട്ടൊരു സംഗ്രഹം നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഭഗവാൻ നമ്മുടെ പ്രഭുപാദുജി പറയുന്നത്. നമുക്ക് എന്താണ് അറിയേണ്ടത്? എന്താണ് ജീവൻ? ആരാണ് ആത്മാവ്? ആത്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശമാണ്. ഇത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ എന്നുവരെ നിൽക്കുന്നുണ്ടോ അതുവരെ നമുക്ക് ശരീരം കൊണ്ട് പ്രയോജനമുള്ളൂ. അതുപോലെ ഭഗവാന്റെ ചൈതന്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം തന്നെ, ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കണം. ഭഗവാന്റെ ശക്തി, ഭഗവാൻ ശക്തിമാനാണ്. ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ ശക്തിയും അതുപോലെ ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. ഭഗവാൻ ഏതവസരത്തിലും നമ്മുടെ ശരീരത്തിലുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ നടന്നുകൊണ്ടേയിരിക്കണം. ഉദാഹരണത്തിന് സൂര്യന്റെ കാര്യം പറയുന്നുണ്ട് പ്രഭുപാദുജി. സൂര്യൻ ശക്തിമാനാണ്. സൂര്യനിൽ നിന്നാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. സൂര്യന്റെ പ്രവർത്തനമില്ല, സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രകാശം കിട്ടത്തില്ല. പ്രകാശം ഇല്ലെങ്കിൽ എല്ലാം അന്ധീരായി പോകും. അതുപോലെ തന്നെയാണ് ഭഗവാനില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അജ്ഞരായിട്ട് ജീവിക്കും, അന്ധേരയിൽ ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് സൂര്യഭഗവാനെ പറ്റി പ്രഭുപാദർ ഉദാഹരണത്തിന് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ സൂര്യഭഗവാനെ പറ്റി പഠിക്കാൻ ചിലരൊക്കെ നടക്കുന്നുണ്ട്. സൂര്യഭഗവാൻ വളരെ ദൂരത്താണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. 9,30,00,000 മൈൽ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യഗ്രഹത്തിലേക്ക്. ആ സൂര്യനെ പഠിക്കാൻ നമുക്ക് ദൂരെ നിന്ന് പഠിച്ചാൽ ഇത് എത്രമാത്രം കാര്യമുണ്ടെന്നുള്ളത് അറിയത്തില്ല. നമ്മളൊക്കെ പഴയ അറിവ് എഴുതി വെച്ചിരിക്കുന്ന ആ സയൻസിനെ പിന്തുടർന്നാണ് ഇപ്പോഴും നമ്മൾ അത് ഒരു ദൂരം കണ്ടുപിടിക്കുന്നതും ഒരു ഗുണം കണ്ടുപിടിക്കുന്നതും ഒക്കെ തന്നെ. അപ്പം പ്രഭുപാദർജി പറയുന്നത് സൂര്യനെ പറ്റി പഠിക്കണമെങ്കിൽ സൂര്യന്റെ അടുത്ത് എത്തണം, സൂര്യഗ്രഹത്തിൽ പ്രവേശിക്കണം, ആ സൂര്യഗോളത്തിൽ പ്രവേശിച്ച് സൂര്യഭഗവാനുമായിട്ട് ബന്ധപ്പെടണം, എന്നെങ്കിലൊക്കെ അത് പഠിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അത് വ്യർത്ഥമാണെന്നും അത് ഭൗതികമായ കാര്യമാണെന്നും അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നും പ്രഭുപാദർജി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അതായത് ഭൗതിക ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. മറ്റേ ആധ്യാത്മിക ലോകം അങ്ങനെ പഞ്ചഭൂതങ്ങളാലല്ല നിർമ്മിച്ചിരിക്കുന്ന ഭഗവാന്റെ സ്വയം പ്രഭവം തന്നെ, ഭഗവാന്റെ സ്വയം ഇഷ്ടത്താൽ ആത്മീയ ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. ആത്മീയത്തെ പറ്റി ഒക്കെ നമ്മൾ പണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ്. അതല്ല ഇപ്പൊ നമുക്ക് പ്രയാസം നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഇതിനെ ഭഗവാന്റെ പ്രവർത്തനത്തെ പറ്റി അതുപോലെ തന്നെ പ്രഭുപാദർജി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബൾബ്, നമ്മുടെയൊക്കെ വീട്ടുകളിൽ ബൾബ് പ്രവർത്തിക്കുന്നുണ്ട്. അന്ധേര മാറ്റുന്നതിന് ബൾബ് കത്തിച്ചെങ്കിലേ പറ്റൂ. അപ്പൊ ആ ബൾബ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ അത് കത്തൂ. അത് കത്തിയെങ്കിൽ മാത്രമേ പ്രകാശം വരൂ. നമ്മൾ അവിടേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ബൾബ് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കണം? ദൂരെ എവിടെയെങ്കിലും ഒരു പവർ ഹൗസ് ഉണ്ടായിരിക്കണം. ആ പവർ ഹൗസും നിന്ന് ഉത്ഭവിപ്പിക്കുന്ന ലൈറ്റ്, കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ആ ബൾബ് വരെ എത്തിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ വിദഗ്ധമായിട്ട് അതിൻ്റെ വിദഗ്ധർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ
അവിടെ ഈ പവർ ഹൗസിൽ ആ പവർ ഹൗസിലെ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ആ പ്രവർത്തിക്കുന്ന വ്യക്തി ഒരു വിദഗ്ധനായ ആളായിരിക്കണം. അത് നമ്മളെ എഞ്ചിനീയർ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ അവര് അവിടെ പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ബൾബിന്റെ ഈ ഊർജം നമ്മളിൽ എത്തുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം ചലിക്കണമെങ്കിൽ ഒരു ശക്തി ഉണ്ടായിരിക്കണം. ആ ശക്തി പ്രവർത്തിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തിയാലാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് അതിനുള്ള പ്രവർത്തനം കൊടുക്കുന്നത്. അപ്പം ഒരു ക്രിയേറ്റർ, അതായത് കറണ്ട് ഉണ്ടാക്കുന്നതിന് ഈ എഞ്ചിനീയർ പ്രവർത്തിക്കുന്ന മാതിരി നമ്മുടെ ജീവിതം, നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തി ഉണ്ടായിരിക്കണം. ആ ശ്രീകൃഷ്ണന്റെ ശക്തി കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പ്രവർത്തിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി തന്നെയാണ്. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ കാണാനുള്ള സൗകര്യം നമുക്കില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതിനുള്ള ശക്തിയില്ലാത്ത ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ കണ്ണുകൊണ്ട് സാധാരണ ലൈറ്റ് കാണുന്നത് നമുക്ക് കാണാൻ പറ്റൂ. ദിവ്യശക്തി വേണം ഭഗവാനെ കാണണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഭഗവാനെ കാണാനുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ കഴിവ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തി ഇല്ലെന്നുള്ളതാണ്. പക്ഷെ അതല്ല ശരി. ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഈ ലോകത്തിൽ എപ്പോഴും ഉണ്ട്. ചിലരായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങ് വയസ്സായി പോയ ഒരു വ്യക്തിയായിരിക്കുമെന്ന്. അങ്ങനൊന്നുമല്ല. ശ്രീകൃഷ്ണൻ എന്നും യൗവന യുക്തനാണ്. അത് അദ്ദേഹം ഉണ്ടെന്നുള്ളതിന് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലോകത്തിൽ എപ്പോഴെങ്കിലും അധർമ്മം ഉയർന്നു വരികയോ ധർമ്മം ക്ഷയിക്കുകയോ ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഈ നമ്മുടെ യുദ്ധം ഉണ്ടായല്ലോ, ഇപ്പം മഹാഭാരത യുദ്ധം, ആ യുദ്ധം ഉണ്ടാകാൻ കാരണം തന്നെ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമായത് കൊണ്ടാണ്. കാരണം ഇവിടെ ദുഷ്ടന്മാരുടെ ഒരു കൂട്ടം ഇവിടെ കൂടി. മഹാരാജാക്കന്മാരൊക്കെ തന്നെ കണ്ടവാനും പട്ടാളത്തെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ശരിയായ ധാർമ്മികത വിട്ടിട്ട് അധർമ്മമായിട്ടുള്ള രീതിയിൽ അവര് ഭരണം നടത്താനും തുടങ്ങി. അതിൽ വിഷമിച്ച ജനങ്ങൾ തന്നെയല്ല, ജീവജാലങ്ങൾ, പ്രജകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പ്രജകളെ പറ്റി പറയുന്ന സകല ചരാചരങ്ങളും, വൃക്ഷങ്ങളും, മൃഗങ്ങളും, മനുഷ്യരും എല്ലാം പ്രജകൾ തന്നെ. ഒരു പ്രപഞ്ചത്തിൽ എന്തെല്ലാം, ഒരു രാജാവിന്റെ അധീനതയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെ പ്രജകളായിട്ടന്ന് കണക്കാക്കിയിരുന്നു. അങ്ങനെ ആ പ്രജകൾക്ക് ശരിയാവണ്ണം ഉള്ള ഭരണം കിട്ടാതായപ്പോൾ ഉണ്ടായ പ്രയാസം കൊണ്ട് അത് നേരിടുന്നതിന് വേണ്ടി ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കൃഷ്ണൻ അവിടെ വന്നതും. അങ്ങനെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അധർമ്മം കൂടുതലായി വളരുന്ന സമയത്ത്, ധർമ്മത്തിന് ക്ഷയം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നു. ഭൂമിയിൽ അവതരിച്ചതിന് ശേഷം അതിനെപ്പറ്റി ഭഗവത്ഗീതയിൽ 4:7 ഒരു ശ്ലോകം പറയുന്നുണ്ട്. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇതെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ചെറുപ്പം മുതൽ പഠിക്കുന്ന കാര്യമാണ്. പല പല ആവശ്യങ്ങൾക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാതെ അറിയാമെന്ന് തോന്നുന്നു ഈ ശ്ലോകം. അപ്പൊ അങ്ങനെ ധർമ്മത്തിന് ക്ഷയം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ ഭൂമിയിൽ വരികയും ആ അധാർമികത പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഭഗവാനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ശരി, ഭഗവാൻ ഏതവസരത്തിൽ ആവശ്യമുണ്ടോ നമ്മളുടെ അടുത്തേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് കുന്തിദേവി പറയുന്നു, പാണ്ഡവർ കീർത്തിയും ശേഷിയുമുള്ളവരായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന കാരണത്താലാണ് ഈ പാണ്ഡവർക്ക് ഇത്രയും അവരുടെ കഴിവ് ഇത്രയും വർദ്ധിച്ചതും ഇത്രയും അവർക്ക് കീർത്തി ഉണ്ടായതും ശ്രീകൃഷ്ണ ഭഗവാന്റെ സംരക്ഷണം ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സംരക്ഷണത്തിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു പോകുന്നതിൽ കുന്തിദേവിക്ക് മാത്രമല്ല, ആ പ്രദേശത്തുണ്ടായിരുന്ന ആ കുടുംബത്തിൽപ്പെട്ട, അതായത് കൗരവ കുരുവംശത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളും, അവിടെ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ നമ്മുടെ പ്രഭുജി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, അവിടെ എല്ലാവരും കൃഷ്ണന്റെ യാത്രയെ പറ്റി വിഷമിച്ചും അവിടെ എല്ലാം കൂടിയിരുന്നെന്നും ചിലരൊക്കെ കൃഷ്ണന്റെ മേന്മകളെ പറ്റി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെന്നും
ചിലരൊക്കെ കണ്ണീര് വാർത്തുകൊണ്ട് അതിനെപ്പറ്റി കൃഷ്ണന്റെ ഗുണഗണങ്ങളെ പറ്റി കീർത്തിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെ എത്ര ആത്മാർത്ഥതയോടാണ് കൃഷ്ണ ഭഗവാനെ കണ്ടതെന്നുള്ളത് നമുക്ക് ആ ശ്ലോകങ്ങളിലൊക്കെ കൂടെ മനസ്സിലാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഈ സമയത്തും പാണ്ഡവരുടെ സകല പ്രതാപത്തിനും സകല വിജയങ്ങൾക്കും കാരണം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഈ ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഏതെല്ലാം അവസരങ്ങളിൽ പാണ്ഡവരെ സഹായിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും യദുകുലത്തിൽ ജനിച്ച ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ പാണ്ഡവരും യദുകുലം തന്നെ എന്ന് പറയാം. കുന്തിദേവി കാരണം കുന്തിദേവി യദുകുലത്തിൽപ്പെട്ടതാണ്. ഉഗ്രസേന ഭഗവാന്റെ രാജാവിന്റെ മകളായിരുന്നു കുന്തിദേവി. അപ്പൊ അങ്ങനെ എല്ലാവരും ആ കുലത്തിൽ തന്നെ ജനിച്ചവരാണ്. എല്ലാം നല്ല ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ചവരൊക്കെയാണ്. കൃഷ്ണൻ പോയി കഴിഞ്ഞാൽ പാണ്ഡവരുടെ കീർത്തി നിലനിൽക്കില്ല എന്ന് കുന്തിദേവി പറയുന്നു. കൃഷ്ണൻ അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതാണ് പറഞ്ഞത്, കൃഷ്ണൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ നിലനിൽപ്പില്ല. അതുകൊണ്ട് കൃഷ്ണനോട് പറയുകയാണ് പോകണ്ടെന്ന്. അതിനാൽ നമ്മളെ പ്രഭുപാദർജിയും പറയുന്നു, കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ അവർ മൂഢന്മാരാണെന്ന് പ്രഭുപാദർജി എപ്പോഴും പറയുന്നുണ്ട്. കൃഷ്ണാവബോധം അത്യാവശ്യമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി ഇല്ലെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനരഹിതമാകുന്നു. അതും ശരിയല്ലേ? നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി നമ്മുടെ ശരീരത്തുള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യം ശരി, നമ്മൾ കാണുന്ന കാര്യം ശരി, എന്തായാലും ശരി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഭഗവാൻ എവിടെ ഇരുന്നാലും ശരി, ഇപ്പൊ ദ്വാരകയിൽ പോയാലും നമുക്ക് ഈ കൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതല്ല പ്രശ്നം. എങ്കിലും കൃഷ്ണ ഭഗവാൻ ഇവിടം വിട്ടു പോകുന്നത് കൊണ്ട് കുന്തിദേവിക്കൊരു പ്രയാസം. അങ്ങനെ സ്വന്തം ഭഗവാനെ വിട്ടു പോകാതിരിക്കണം എന്നുള്ള അഭ്യർത്ഥന കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരവും അദൃശ്യങ്ങളായ മനസ്സും ബുദ്ധിയും ഈഗോയും കൃഷ്ണന്റെ ശക്തിയാലാണ് പ്രവർത്തിക്കുന്നത്. ഈ ശരീരത്തിന്റെ പ്രവർത്തനത്തെ പോലും നമ്മൾക്ക് അറിയുന്നില്ല. നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാവോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാട്ടെ. നമ്മൾ ഏതൊരു പദാർത്ഥവും നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണയോഗ്യമായ വസ്തുക്കൾ നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന രക്തം, നമുക്ക് വേണ്ടുന്ന ഊർജം, അതെല്ലാം ഈ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അപ്പൊ അത് എങ്ങനെ പ്രവർത്തിക്കാൻ എന്തൊരു വിശേഷപ്പെട്ട ഒരു എഞ്ചിനാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിശകലനം ചെയ്യുന്നില്ലേ രക്തം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അതിന് പല പല ധാതുക്കൾ അതിലടങ്ങിയിട്ടുണ്ട്. ഈ ധാതുക്കളൊക്കെ നമ്മുടെ മനുഷ്യ ജീവന് ആവശ്യമുള്ളതാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ബുദ്ധി, ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരം, കൈകാലുകള്, ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ ഏത് വിധത്തിലുള്ള ആഹാരം കഴിക്കുന്നോ ആ ആഹാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ ഉത്ഭവിക്കുന്ന ആഹാരങ്ങൾ, ആ വസ്തുക്കളെ ഉത്ഭവിക്കാൻ തക്ക കഴിവുള്ള ഒരു എഞ്ചിൻ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഭഗവാനെ നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര മഹാനായിരിക്കും അദ്ദേഹം. അങ്ങനെ ഇത്ര വർഷമായിട്ടും അങ്ങനെ ഒരു എഞ്ചിൻ നമ്മുടെ ഈ ശാസ്ത്രജ്ഞർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കൃത്രിമമായിട്ട് അവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് റോബോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യബുദ്ധി അതിന്റെ പിന്നില്ലെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല. അത് ഒരു പ്രാവശ്യം കമ്പ്യൂട്ടറായാലും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യത്തിനെ പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഭഗവാന്റെ വിശേഷത എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഭഗവാൻ എങ്ങനെയുള്ളതായിരിക്കും? ഭഗവാൻ എത്ര കൃത്യതയോടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നോക്കാം, നമ്മുടെ എണ്ണിനോടങ്ങാത്ത വിധത്തിലുള്ള ഗോളങ്ങൾ, അതായത് പ്രപഞ്ചങ്ങൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ആകാശത്തിൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും പല അത് ഭൂമിയും ചന്ദ്രനും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്ന നമ്മളെ ഇത് റോഡിൽ കൂടെ വണ്ടി പോയിട്ട് ഇടം വലം മാറി ചിലപ്പോൾ കൂട്ടിയിടിക്കാറുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ എണ്ണിയാടുങ്ങാളത്തെ സംവത്സരങ്ങൾ ഈ ആകാശത്തിൽ ഇങ്ങനെ എത്രയോ ഗ്രഹങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗ്രഹങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കൂട്ടിമുട്ടുന്ന സമ്പ്രദായം ഇല്ല. എല്ലാം അതാതിന്റെ ഭ്രമണപഥത്തിൽ കൂടി അതാത് സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ
നടക്കുന്നത് ഭഗവാന്റെ ആ ശക്തി കൊണ്ടാണ്, ഭഗവാൻ കൃഷ്ണന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് എത്ര കഴിവുള്ള വ്യക്തിയാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ എല്ലാത്തിലും ഒന്നാമൻ തന്നെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി അറിയുന്ന മാതിരി എല്ലാം കേരളം ഒന്നാമത്, അതുപോലല്ല ഭഗവാൻ എല്ലായിടത്തും ഒന്നാമൻ തന്നെയാണ്. ശക്തിയായാലും സൗന്ദര്യമായാലും ശരി, അതിനെപ്പറ്റി ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരാശര മഹർഷി പറയുന്നു, ഭഗവാൻ എന്തെല്ലാം ഗുണത്തിൽ ഭഗവാൻ, അതായത് കൃഷ്ണൻ സർവസമ്പന്നനാണ്, സർവ സൗന്ദര്യത്തിൽ സർവശ്രേഷ്ഠനാണ്, ശൗര്യത്തിൽ സർവശ്രേഷ്ഠനാണ്, കീർത്തിയിൽ സർവശ്രേഷ്ഠനാണ്, വിജ്ഞാനത്തിൽ സർവശ്രേഷ്ഠനാണ്, പരിത്യാഗിയാണ് എല്ലാത്തിലും ആവശ്യമുള്ള സമയത്ത്. അങ്ങനെ ആ ഭഗവാൻ, അതാണ് ഭഗവാൻ. എല്ലാം തികഞ്ഞ വ്യക്തികളെന്ന് പറയത്തില്ല, അതേമാതിരി എല്ലാം തികഞ്ഞ വ്യക്തി ഒരാളെ മാത്രമേ ഉള്ളൂ, അതാണ് ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണുള്ളത്. ആയതിനാൽ കൃഷ്ണന് വേണ്ടി എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിപ്പിക്കണം. അന്നെങ്കിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകൂ. അതിന് ചൈതന്യ ചരിതാമൃതത്തില് ആദ്യ ലീലയിൽ 19-ാം അധ്യായത്തില് 170-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു ശ്ലോകം, സർവോപാധി വിനിർമുക്ത തത് പരത്വേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തിർ ഉച്യതേ. അപ്പൊ അതിനകത്ത് ഋഷിക ഈശ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ യജമാനൻ. ഋഷിക ഈശ്വരൻ, ഈശിക ഈശ എന്ന് പറഞ്ഞാൽ അതാണ് ഋഷികേശൻ എന്ന് പറയുന്നത്, അത് ചേർത്ത് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ യജമാനൻ. ആ യജമാനനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ദ്രിയങ്ങളുടെ സേവനത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തി എന്ന് പറയുന്നതിന് എന്താ നിർവചനം എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ, എത്രയെല്ലാം ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ടോ ആ ഇന്ദ്രിയങ്ങളൊക്കെ, കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി, ഇതൊക്കെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കുകയാണെങ്കിൽ അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പ്രഭുപാദജിയുടെ ആ ലെക്ചറിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതാണ് അത് അദ്ദേഹം തന്നെ പറയുന്നതാണ്. ഈ ശ്ലോകം പഠിക്കണം. ആ ശ്ലോകത്തില് ഈ ഋഷികേശനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 19 മധ്യലീല 19:170 പറയുന്നു. അതാണ് പറഞ്ഞത്. അതായത് ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ചൈതന്യ ചരിതാമൃതം. ചിലപ്പോൾ ഈ ശ്ലോകവും പഠിച്ചു കഴിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, ഓരോ ഇന്ദ്രിയങ്ങളും കൃഷ്ണന്റെ അനുഗ്രഹമില്ലെങ്കിൽ പ്രവർത്തിക്കുകയില്ല. ഓരോ ഇന്ദ്രിയങ്ങളും അതുകൊണ്ട് കൃഷ്ണന് വേണ്ടി നമ്മൾ പ്രവർത്തിപ്പിക്കണം. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ആ ചടങ്ങിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങൾ നോക്കാം. ചെവി, നമുക്ക് കേൾക്കാം. ശ്രവണം, ഭഗവാനെ പറ്റി കീർത്തിക്കുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ ചെവി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന് നിവേദിച്ച വസ്തുക്കളുടെ പൂക്കളുടെ മണം പിടിക്കുന്നതിന് സ്മെൽ, അത് മൂക്ക് കൊണ്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാനെ വന്ദിക്കുന്നതിന് നമ്മുടെ കൈകൾ ഉപയോഗിക്കുന്നു. ഭഗവാന്റെ അമ്പലങ്ങളിൽ എത്തിച്ചേരുന്നതിന് നമ്മുടെ കാലുകൾ ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ഏതെല്ലാം ഇന്ദ്രിയങ്ങളുണ്ടോ, അതുപോലെ തന്നെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏതവസരത്തിലും ഭഗവാന്റെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അപ്പൊ മനസ്സും ഭഗവാനിൽ തന്നെ ആകും. നമ്മൾ ജോലി ചെയ്യുമ്പോഴായാലും ശരി, പഠിക്കുമ്പോഴായാലും ശരി, ഓഫീസിൽ പോകുമ്പോഴായാലും ശരി, എപ്പോഴും നമ്മുടെ ഭഗവാനെ പറ്റി നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ വേണ്ടുന്ന ബുദ്ധി തന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിൽ ഭഗവാൻ ഉണ്ടായിരിക്കണം. ഉണ്ട് അവിടെ, എങ്കിലും നമ്മൾ ഉള്ളതായിട്ട് നമുക്ക് ഭാവിക്കണം. ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് നമ്മുടെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ പ്രവർത്തനം കൊണ്ട്. ഈ മനസ്സിൽ ഈ കൃഷ്ണൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നും നമ്മൾക്ക് നേരെ വരുന്നത് ആളിലും കൃഷ്ണൻ ഉണ്ടെന്നുള്ളതും, ഏത് ജീവി വന്നാലും ശരി അവിടെയും കൃഷ്ണൻ ഉണ്ടെന്നതും ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൂടുതൽ ക്ഷമം ആകുകയും നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള പ്രചോദനം തരികയും എപ്പോഴും കൃഷ്ണനെ നമ്മൾ ധ്യാനിക്കാനുള്ള
അവസരം ഉണ്ടാകുകയും ചെയ്യും. ഇതിനൊക്കെ വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം തെറ്റുകളില്ലാതെ, അതായത് അതിനുള്ള കാര്യങ്ങൾ, അതായത് തെറ്റുകൂടാതെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. തെറ്റുകുറ്റങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതെന്തൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിൽ കൂടെ നമുക്ക് ഭഗവാനെ നമ്മുടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും, ഓരോ ജീവജാലങ്ങൾക്കും, ഓരോ ആത്മാവിനും ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പറ്റി പറയുന്നു. അപ്പൊ കൃഷ്ണൻ താൽക്കാലികമായിട്ട് പാണ്ഡവരെ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ ദ്വാരകയിലേക്ക് പോകുന്നതേ ഉള്ളു. എന്നിട്ട് തന്നെ കുന്തി ദേവിക്ക് അത്രയും പ്രയാസം ഉണ്ടാകുന്നു. അതേ സമയത്ത് കൃഷ്ണൻ നമ്മളെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് എത്രയോ പ്രയാസം ഉണ്ടാകണം. നമ്മൾക്ക്, അതായത് കൃഷ്ണന്റെ അനുഗ്രഹം അല്ലെങ്കിൽ സാന്നിധ്യം നമ്മളിൽ ഇല്ലാതാകുകയാണെങ്കിൽ, അതായത് നമ്മൾ നിരീശ്വരരായി മാറുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുന്തിദേവി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കുന്തിദേവിയുടെ സ്വന്തം സഹചാരിയായിരുന്നു കൃഷ്ണൻ. എന്നിട്ട് പോലും ആ കുന്തിദേവിക്ക് എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കണ്ടതാണ്. ആ കുഞ്ഞുനാളി മുതൽ അവരുടെ അച്ഛൻ പാണ്ഡു മരിച്ച കാലം മുതൽ കൃഷ്ണ ഭഗവാൻ കൂടുണ്ടായിട്ട് പോലും എന്തെല്ലാം പ്രയാസങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾക്ക് അറിയാമല്ലോ, എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ. ആദ്യം മുതൽ പാണ്ഡവരെ എന്ത് വിധത്തിൽ മറ്റുള്ളവർക്ക് അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കാര്യം, അവർക്ക് ഉണ്ടായ പ്രയാസങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഈ വിവരങ്ങളൊക്കെ. അത് അവരുടെ വനത്തിൽ പോയി താമസിക്കുന്ന കാര്യവും, അവർക്കുണ്ടായ വിരാട് രാജന്റെ സ്ഥലത്ത് പോയി താമസിച്ച കാര്യവും, അർജുന്റെ, ഇന്ന് ആ കാര്യങ്ങളൊന്നും നമ്മുടെ പുസ്തകങ്ങളിലൊന്നുമില്ല. ഇന്ന് വലിയ ഒരുപാട് ഉയർന്ന പഠിത്തമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ശരി, ഇങ്ങനെയുള്ള ആധ്യാത്മിക വിഷയങ്ങളെ പറ്റി ഒന്നും തന്നെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാത്ത കാരണത്താൽ ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. എന്ന് ഏതൊരു ന്യൂസ് എടുത്താലും അവിടെ എല്ലാം ഒന്നിൽ അച്ഛനെ കൊന്നു, അല്ലെങ്കിൽ അമ്മയെ കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ കൊന്നു. ഇങ്ങനെ കൊലപാതകമല്ലാതെ യാതൊന്നും തന്നെ ഇന്ന് നടക്കുന്നില്ല. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടായ ആ ആത്മീയ ചൈതന്യം, ആത്മീയ ബോധം നഷ്ടപ്പെട്ടത് കാരണം. അപ്പൊ അങ്ങനെ ആത്മീയ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങള് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ ഏത് കഥയും അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അന്നത്തെ കാലത്ത് പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ കഥ, രാമന്റെ കഥ, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഒരു രക്ഷകർത്താവിന് ശ്രീരാമന്റെ കഥ പറയുമ്പോൾ ഒരു സഹോദരൻ എങ്ങനെ മറ്റു സഹോദരനോട് പെരുമാറണം, ഇതൊക്കെ പുസ്തകത്തിൽ പഠിച്ചു തന്നിട്ടുണ്ട്. അതായത് പാഠപുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ ഭക്തിയില്ലാത്ത രാവണൻ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്, അതുപോലെ അങ്ങനെ പല പല കാര്യങ്ങൾ, കുചേലന്റെ ഭക്തി എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമുക്ക് പാഠപുസ്തകങ്ങളിൽ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. അതിനിതൊക്കെയുള്ള മൂല്യച്യുതി ഇന്ന് ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ കഥാമൃതപ്രഭുവും ഐശ്വര്യമാതാജിയും ഒക്കെ ചെയ്യുന്ന മാതിരി കുട്ടികൾക്ക് ചെറുപ്പം മുതലുള്ള ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നതിനുള്ള ബന്ധമൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ഹരേ കൃഷ്ണ മന്ത്രം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഭഗവാനെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ എന്നും നിലനിർത്തണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കുന്തി ദേവിയുടെ ആ ശ്ലോകത്തെ പറ്റി പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാം. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അടുത്ത പ്രാവശ്യം ആ തെറ്റില്ലാതെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ദയവായി ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഹരേ കൃഷ്ണ. കാണത്തില്ല, എന്തോ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്നെ കാണുന്ന. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, നല്ല ക്ലാസ്സിന് നന്ദി പ്രഭുജി. വളരെ സന്തോഷം.
ഹരേ കൃഷ്ണ പ്രഭുജി. സ്വാഗതം പ്രഭുജി. പ്രഭുജിയുടെ പ്രോത്സാഹനമാണ് ഞാൻ ഇതെല്ലാം നടത്തുന്നത്. അങ്ങേരെ അറിയാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. നന്നായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, നമസ്കാരം. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ പ്രഭുജി. കൃഷ്ണ. താങ്ക് യു പ്രഭുജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.